ഇതുവരെ വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഹൂതികളുടെ പിന്തുണ പ്രവൃത്തിയിലേക്ക് കൂടി കടന്നിരിക്കുകയാണ്. ഇസ്രായേലും അമേരിക്കയും ചേർന്ന് ഇറാനെതിരെ നടത്തുന്ന പ്രാദേശിക യുദ്ധത്തിൽ ഇറാന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂതികളും രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതുവരെ വാക്കുകളിൽ മാത്രം ഒതുങ്ങി നിന്നിരുന്ന ഹൂതി വിമതർ ഇപ്പോൾ ഇറാനെ പിന്തുണച്ചുകൊണ്ട് നേരിട്ട് യുദ്ധകളത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. സയനിസ്റ്റ് ശത്രുക്കൾക്ക് പശ്ചിമേഷ്യയുടെ ഭൂപടം മാറ്റി വരയ്ക്കാൻ ഞങ്ങൾ അവസരം നൽകില്ല എന്ന് യമനിലെ ഹൂതികൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇറാന്റെ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്നറിയപ്പെടുന്ന പ്രതിരോധ ശൃംഖലയിലെ ഏറ്റവും കരുത്തുറ്റ കണ്ണികളിലൊന്നാണ് യമനിലെ ഹൂതികൾ. മുസ്ലിം രാജ്യങ്ങൾക്ക് നേരെയുള്ള ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും ഈ ക്രൂരമായ കടന്നുകയറ്റം അനുവദിക്കാനാവില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഹൂതി വക്താക്കൾ രംഗത്തെത്തിയതോടെ വൈറ്റ് ഹൌസ് ആകെ പ്രതിരോധത്തിലായിരിക്കുകയാണ്. പ്രത്യേകിച്ച് ഡൊണാൾഡ് ട്രംപ് ഹൂതികളെ ഒരു ഭീകര സംഘടനയായി പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ ഇറാന് പിന്തുണയുമായി അവർ രംഗത്തിറങ്ങുന്നത് അമേരിക്കയ്ക്ക് വലിയൊരു തലവേദനയായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ലോകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചരക്കു നീക്ക പാതകളിലൊന്നായ ചെങ്കടലിന്റെയും ഹോർമുസ് കടലിടുക്കിന്റെയും നിയന്ത്രണം ഹൂതികളുടെയും ഇറാന്റെയും കയ്യിലാകുന്നത് ആഗോള സമ്പദ് വ്യവസ്ഥയെ തന്നെ തകർക്കാൻ ശേഷിയുള്ള ഒന്നാണ്. അമേരിക്കൻ സൈനിക ക്യാമ്പുകൾക്കും ഇസ്രായേലി കപ്പലുകൾക്കും നേരെ ഹൂതികൾ മിസൈൽ വിക്ഷേപണം ആരംഭിച്ചാൽ അത് പശ്ചിമേഷ്യയിലെ അമേരിക്കൻ സാന്നിധ്യത്തിന് തന്നെ അന്ത്യം കുറിച്ചേക്കാം. കഴിഞ്ഞ വർഷങ്ങളിൽ നടന്ന പോരാട്ടങ്ങളിൽ ഹൂതികളുടെ പ്രധാന നേതാക്കളെ വധിക്കാൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവരുടെ പോരാട്ട വീര്യം ഒട്ടും ചോർന്നു പോയിട്ടില്ലെന്ന് മാത്രമല്ല, പുതിയ ആയുധ ശേഖരങ്ങളുമായി അവർ കൂടുതൽ കരുത്താർജിച്ചിരിക്കുകയുമാണ്. ഇസ്രായേലിന്റെയും അമേരിക്കയുടെയും തന്ത്രപ്രധാനമായ സൈനിക കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ച് ഹൂതികളുടെ ഭാഗത്തു നിന്നും മിസൈൽ വിക്ഷേപണങ്ങൾ നടക്കുന്നുണ്ടെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഭൂരിഭാഗം മിസൈലുകളെയും തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനത്തിലൂടെ തകർക്കാൻ കഴിഞ്ഞതായി ഇസ്രായേൽ അവകാശപ്പെടുന്നു. ഇതിനു പകരമായി ലെബനനിലെ ഹിസ്ബുള്ള താവളങ്ങൾക്ക് നേരെ ഇസ്രായേൽ കടുത്ത പ്രത്യാക്രമണമാണ് നടത്തുന്നത്. ബെയ്റൂട്ടിലെ 10ഓളം കമാൻഡ് സെന്ററുകളും റോക്കറ്റ് ലോഞ്ചറുകളും തകർത്തതായി ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് അറിയിച്ചു. ഹൂതികൾ കൂടി തങ്ങളുടെ ബാലിസ്റ്റിക് മിസൈലുകൾ വിക്ഷേപിക്കാൻ തുടങ്ങിയാൽ ഇസ്രായേലിന് ഒരേ സമയം 3 മുന്നണികളുമായി യുദ്ധം ചെയ്യേണ്ടി വരും. ഇത് ഇസ്രായേലിന്റെ സൈനിക ശേഷിയെയും സാമ്പത്തിക ഭദ്രതയെയും തകർക്കാൻ പോകുന്ന ഒന്നാണ്. മറ്റൊരു വശത്ത് ഇസ്രായേലിന്റെ വടക്കൻ അതിർത്തിയിൽ ഹിസ്ബുള്ള അഴിച്ചുവിട്ടിരിക്കുന്ന ആക്രമണങ്ങൾ ഇസ്രായേലിനെ അക്ഷരാർത്ഥത്തിൽ മുട്ടുകുത്തിച്ചിരിക്കുകയാണ്. മാർച്ച് 11 മുതൽ 12 വരെയുള്ള ദിവസങ്ങളിൽ ഇസ്രായേൽ ഇതുവരെ കാണാത്ത തരത്തിലുള്ള റോക്കറ്റ് വർഷമാണ് ഹിസ്ബുള്ള നടത്തിയത്. ഏകദേശം 200ഓളം റോക്കറ്റുകളും 20ഓളം ഡ്രോണുകളുമാണ് അതിർത്തി കടന്നെത്തിയത്. ഇത് ഹിസ്ബുള്ളയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ആക്രമണമായാണ് കണക്കാക്കപ്പെടുന്നത്. വടക്കൻ ഇസ്രായേലിലെ നഗരങ്ങളിൽ മിസൈലുകൾ പതിച്ചു. വീടുകൾ തകരുകയും ജനങ്ങൾ കൂട്ടത്തോടെ അഭയകേന്ദ്രങ്ങളിലേക്ക് മാറുകയും ചെയ്തിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്കൻ ഭരണകൂടം ഹൂതികളെ ഒരു ഭീകര സംഘടനയായിട്ടാണ് കാണുന്നത്. കഴിഞ്ഞ വർഷങ്ങളിൽ ഹൂതികൾക്ക് നേരെ ട്രംപ് സർക്കാർ വ്യോമാക്രമണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ ട്രംപിന്റെ 2ാം ഭരണകാലത്ത് ഹൂതികൾ യുദ്ധത്തിൽ നേരിട്ടിടപെടുന്നത് അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയാണ്. ഇറാന്റെ പിന്തുണയോടെ ഹൂതികൾ യുദ്ധമുഖത്തേക്ക് വരുന്നത് ഇസ്രായേലിനെതിരെ പുതിയൊരു മുന്നണി കൂടി തുറക്കുന്നതിന് തുല്യമാണ്. ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് കോർപ്സും ഹിസ്ബുള്ളയും വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് നടത്തുന്ന നീക്കങ്ങളാണിതെല്ലാം. ഇസ്രായേലിന്റെ സൈനിക രഹസ്യാന്വേഷണ വിഭാഗം പ്രവർത്തിക്കുന്ന ഗ്ലീലോട്ട് ബേസ് ലക്ഷ്യമാക്കി മിസൈൽ വർഷം നടന്നുവെന്നും വാർത്താ റിപ്പോർട്ടുകളുണ്ട്. ഇതിനു പകരമായി ഇസ്രായേൽ വ്യോമസേന ലബനനിലെ ബെയ്റൂട്ടിൽ അതിശക്തമായ ബോംബിംഗ് ആണ് നടത്തുന്നത്. ഹിസ്ബുള്ളയുടെ കമാൻഡ് സെന്ററുകൾ തകർത്തെന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ടെങ്കിലും ഹിസ്ബുള്ളയുടെ തിരിച്ചടി ഇസ്രായേലിന് വലിയ നാശനഷ്ടങ്ങൾ വരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ലബനൻ സർക്കാർ ഹിസ്ബുള്ളയെ നിയന്ത്രിക്കാൻ തയ്യാറല്ലെങ്കിൽ ലബനനിലെ സിവിൽ ഇൻഫ്രാസ്ട്രക്ചറുകൾ തകർക്കുമെന്ന് ഇസ്രായേൽ ഭീഷണി ഉയർത്തിയിട്ടുണ്ട്. ഈ യുദ്ധം ഇറാന്റെയും അവരുടെ പോക്സി ഗ്രൂപ്പുകളുടെയും അന്ത്യം കുറിക്കാൻ വേണ്ടിയുള്ളതാണെന്നാണ് ഇസ്രായേൽ ഡിഫൻസ് ചീഫ് ഓഫ് സ്റ്റാഫ് നൽകുന്ന വിവരം. എന്നാൽ ഇറാനെ ചൊറിഞ്ഞ ട്രംപിന് ഇനി അത്ര എളുപ്പത്തിൽ ഈ കുരുക്കിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയില്ല. ഇറാനുമായുള്ള യുദ്ധം തുടങ്ങിയതിന് പിന്നാലെ യുഎസിലെ ഇന്ധന വിലക്കയറ്റവും ആഗോള വിപണിയിലെ അസ്ഥിരതയും ക്രമാതീതമായി ഉയർന്നിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ ഒരു രാജ്യം പോലും അമേരിക്കയുടെ ഈ അധിനിവേശത്തെ അനുകൂലിക്കുന്നില്ല എന്നതും ട്രംപിനെ ഒറ്റപ്പെടുത്തുന്നുണ്ട്. യുദ്ധം ഇത്രയും രൂക്ഷമായിട്ടും ഇതിലൊരു പിന്മാറ്റത്തിന് ഇസ്രായേൽ തയ്യാറല്ല. ഇറാന്റെ ആക്സിസ് ഓഫ് ഇവിൽ അവർ വിളിക്കുന്ന സൈനിക ശൃംഖലയെ പൂർണ്ണമായും തകർക്കുക എന്നതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് ഇസ്രായേൽ ഡിഫൻസ് ചീഫ് ഓഫ് സ്റ്റാഫ് വ്യക്തമാക്കി. ലബനൻ സർക്കാർ ഹിസ്ബുള്ളയെ പിന്തിരിപ്പിക്കാൻ തയ്യാറായില്ലെങ്കിൽ ആ രാജ്യത്തെ സിവിൽ ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെയും ആക്രമണം നടത്തുമെന്ന കടുത്ത മുന്നറിയിപ്പാണ് ഇസ്രായേൽ നൽകിയിരിക്കുന്നത്. ഹൂതികളും ഹിസ്ബുള്ളയും ഇറാനും ഒരു വശത്തും ഇസ്രായേലും അമേരിക്കയും മറുവശത്തും അണിനിരക്കുമ്പോൾ പശ്ചിമേഷ്യ ഒരു വലിയ പൊട്ടിത്തെറിയുടെ വക്കിലാണ്. ഒരു ചെറിയ പിഴവ് പോലും ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേക്കാം. നിലവിൽ ലബനൻ ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് തുടങ്ങുന്ന തീപ്പൊരി ചെങ്കടലിലേക്കും അറേബ്യൻ കടലിലേക്കും പടരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പശ്ചിമേഷ്യയിലെ ഈ സംഘർഷം ലോകമെമ്പാടുമുള്ള ഇന്ധന വിലയെയും മറ്റ് അവശ്യ സാധനങ്ങളുടെ വിലയെയും ബാധിച്ചേക്കാം. പശ്ചിമേഷ്യയിൽ ട്രംപ് തുടങ്ങിവെച്ച ഈ ചൂതാട്ടം അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പതനത്തിലേക്കാണോ നീങ്ങുന്നത് എന്ന് ലോകം ഭീതിയോടെ നോക്കി നിൽക്കുകയാണ്. ഇറാനെ ഒരു പാഠം പഠിപ്പിക്കാൻ ഇറങ്ങി പുറപ്പെട്ടവർ ഇന്ന് സ്വന്തം നിലനിൽപ്പിനായി പൊരുതേണ്ടി
വരുന്ന അവസ്ഥയിലാണ്. ഈ യുദ്ധത്തിന്റെ വിധി ഇനി വൈറ്റ് ഹൌസ് അല്ല, മറിച്ച് ടെഹ്റാനും യമനിലെയും ലബനനിലെയും പോരാളികളുമാണ് നിശ്ചയിക്കുക എന്ന് വ്യക്തമായി കഴിഞ്ഞു. ഭൂരിഭാഗം ഇസ്രായേൽ പൗരന്മാരും ബങ്കറുകളിലേക്ക് മാറിയിരിക്കുകയാണ്. ഹൈഫ മുതൽ ടെൽ അവീവ് വരെ നീളുന്ന പ്രദേശങ്ങളിൽ സൈറണുകൾ മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയാണ്.